ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുക്കളയിൽ നിന്ന് തിരിയണതല്ലേ. അപ്പോൾ ഇന്ന് വലിയ തിരിയലൊന്നും ഇല്ല കേട്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് ഈ കോളിഫ്ലവർ കറിയും പിന്നെ ചോറിൽ ഇത്തിരി പപ്പടം കൂടെ പൊടിച്ചിട്ടു കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സിൽ ആപ്പിളും തണ്ണിമത്തനും, അതായത് ഇന്ന് ഫ്രൂട്ട് സാലഡായിരുന്നേ. അപ്പോൾ സാലഡ് എന്ന് പറയും, രണ്ട് സാധനം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. സനേഷേട്ടൻ വന്ന് പിന്നെ ഞാൻ ഒരു ലെങ്ത്തുള്ള വീഡിയോ എടുക്കാൻ കുറേ നോക്കിയിട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തം തിരക്കാർന്നേ. അപ്പോൾ എന്തായാലും ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പുതിയ ടേബിളൊക്കെ കണ്ടില്ലേ, ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ സ്റ്റഡി ടേബിൾ. ഇപ്പം ടേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ചെയറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡോറും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാഗും സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വയ്ക്കും. പിന്നെ പറയത്തക്ക ബുക്സും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ടായിരുന്നതാണ് ടീച്ചേഴ്സ് അവിടെ മേടിച്ചും വെച്ചു. അപ്പോൾ ആകെ ഒരു ബാഗും പിന്നെ ലഞ്ച് ബോക്സിൻ്റെ ബാഗും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും അതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ ഇന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറി എടുത്ത് നോക്കാറുണ്ട്, പക്ഷേ ഒന്നും എഴുതിയത് ഞാൻ കാണാറില്ല. അപ്പോൾ ഓണ്ട തിരക്കിൽ ചിലപ്പോൾ വല്ല പേജിൻ്റെ ഇടയിൽ ഇങ്ങനെ ടീച്ചറുടെ സൈനും കാണുമ്പോൾ തുറന്ന് നോക്കുമ്പോഴാണ് ഇപ്പം ഞാൻ ഒരു ഗുരുപൂർണിമ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതും പിന്നെ സൈനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് അപ്പം ഞാൻ വേഗം ചാനൽ കാണിച്ചു കൊടുത്തിട്ട് പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ യൂണിഫോമൊക്കെ ഇടലായി. അപ്പം ഞങ്ങൾ രണ്ടാൾ രാവിലെ മേല് കഴുകാട്ടോ ചെയ്തത്. കാരണം ഇന്നലെ വൈകിട്ട് ഞങ്ങളൊന്ന് ഏട്ടൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി. അതിൻ്റെ തോന്നണോ ഇങ്ങനെ എന്തോ തൊണ്ടവേദനയും എന്തൊക്കെയോ പ്രശ്നങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ തല കുളിച്ച് ആകെ സീനാക്കണ്ട വെച്ചിട്ട് ആളും ആകെ മേലൊഴുകി ഡ്രസ്സ് മാറി കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കണത് ഇന്നലെ ഇട്ട യൂണിഫോം തന്നെയാണോ ഇത് എന്നാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച ഇവർക്കൊരു മിൽക്ക് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മിൽക്ക് പ്രോഡക്ട്സ് വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് ഇവർക്ക് സ്പെഷ്യൽ യൂണിഫോം തിങ്കളാഴ്ച ആക്കി. അതുകൊണ്ട് ചൊവ്വ, ബുധൻ, പിന്നെ ഈ ബാക്കിയുള്ള ദിവസമൊക്കെ ഈ യൂണിഫോം കോമൺ യൂണിഫോം ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ മഴയത്തിന് യൂണിഫോം കഴുകിയിട്ട് ഉണങ്ങില്ലേ വിചാരിച്ചിട്ട് ചേട്ടനോട് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിഫോം എന്തായാലും ഈ ആഴ്ച 2 ദിവസം ഇടിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ചേട്ടാ അതാ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്ത്, പിന്നെ എനിക്ക് ആകെ ഇവർ കളിക്കണതൊക്കെ അല്ലേ, ഇനി എന്തെങ്കിലും വയർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ വെച്ചിട്ട് ഞാൻ കഴുകി തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇട്ട് കൊടുത്തേ. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പനിയുടെ ഒരു ലക്ഷണം പോലെ തോന്നുന്നുണ്ടാവും. ഞാൻ മരുന്നൊക്കെ മേടിക്കാൻ മറന്നിട്ടാട്ടോ പോകുന്നത്. ചേട്ടനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ, നീ എന്നും ഞങ്ങൾ ഇങ്ങനെ പോണ വീഡിയോ തന്നെ എന്തിനാ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്തിരി നേരം വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ ഇങ്ങനെ ചാരി വെച്ചാൽ വെച്ചിട്ട് വെക്കുമ്പോഴേക്കും അവർ ഗേറ്റ് കടന്ന് പോയി. പിന്നെ ഞാൻ അവിടെ ടാറ്റ പറയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് ടാറ്റൊക്കെ പറഞ്ഞ് ഗേറ്റൊക്കെ അടച്ചിട്ട് പോരുക. അപ്പോഴാണ് മിനിയാൻ്റെ അവിടെ വന്ന് ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചപ്പോൾ എന്നിട്ട് ആരും അറിയാത്ത പോലെ ഇങ്ങോട്ട് എടുത്തോണന്നേ. കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചേട്ടനോട് ഉള്ളതുകൊണ്ട് തുണികളൊക്കെ ഇപ്പോൾ കൂടുണ്ടല്ലോ. അപ്പോൾ ഒന്നരാടം വെച്ച് കഴുകുമ്പോൾ തന്നെ ലോഡാവണ പോലെ തോന്നുക. ഞാൻ എന്തായാലും വാഷിംഗ് മെഷീനിലിട്ടു. ഡ്രയറിലിടാണ്ട് ഒരു രക്ഷയില്ലല്ലോ. തുണികൾ ഉണങ്ങണമെങ്കിൽ എന്തായാലും അതിലിട്ടിട്ട് പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ തന്നെ ഇടണം. യൂണിഫോമുള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. കാരണം 2 ജോഡിയിലേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ച ഡെയിലി കോമൺ യൂണിഫോം തന്നെ വേണമല്ലോ. അപ്പോൾ അതെന്തായാലും വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോഴേക്ക് ചേട്ടൻ വരാറായിട്ടോ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് റെയിൻകോട്ട് രണ്ടാളുടെ അടുത്ത് വെക്കി. അപ്പോൾ ഇന്നലെ ഉണങ്ങാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ചേട്ടന് മടിയായിട്ട് ചേട്ടൻ കൊണ്ടുപോയില്ല. എന്നിട്ട് മഴയത് കുറേ കൊണ്ടിട്ട് അത്ര വന്ന്. അപ്പോൾ ചേട്ടൻ പോയി വരുമ്പോൾ എക്സോസ്റ്റ് ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ബാത്റൂമിൻ്റെ ഉള്ളിൽ നല്ല ചൂടാ പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ വെക്കുമ്പോൾ വിരൽ ഞാൻ മുറിഞ്ഞു പോയെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ ഇരുന്നും പേടിപ്പിക്കുകയാണേ.
പിന്നെ ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റൂമിലെ ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് സ്റ്റെക്കായി നിൽക്കും, ഓഫായി നിൽക്കും, പിന്നെ പെട്ടെന്ന് കത്തും അങ്ങനെ. അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റി തന്നു. നമുക്ക് പിന്നെ എത്തൊന്നുമില്ലല്ലോ, അപ്പോൾ ചേട്ടൻ തന്നെ വേണം. അപ്പോൾ അതും കൂടെ മാറ്റി. പിന്നെ തന്നെ ഫോണിനെ പറ്റിയാണ് കേട്ടോ കംപ്ലയിൻറ്റ് പറയുന്നത്. നീ ഇങ്ങനെ 24 മണിക്കൂർ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കുന്നു. അങ്ങനെ ഒരു 10:30 വരെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഞാൻ 2 ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു, ഒരെണ്ണം ചേട്ടനും കൊടുത്തു. എന്നിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. മഴ ഒന്ന് തോർന്നപ്പോൾ ഞാൻ ഡ്രയറിലിട്ട് ഒരുവിധം തുണികളൊക്കെ ഉണക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വിരിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ തുണികൾ ഉണക്കാനുള്ള സ്റ്റാൻഡ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതോടെ നമുക്ക് ഉദ്ഘാടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുറ്റത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ഒരു പൂച്ചേന കണ്ടേട്ടോ. എവിടെ നിന്നോ കയറി വന്ന ഒരു പൂച്ചയാണ് കേട്ടോ. ഇവിടെ അധികം പൂച്ചകളൊന്നുമില്ല, കാരണം നമ്മളിന്നും പച്ചക്കറിയാണല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ അതാ എൻ്റെ സ്റ്റാൻഡ് ഇതായിരുന്നേ. അപ്പം 2-3 പേര് ചോദിച്ചു എന്ത് മറ്റേ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഈ സ്റ്റാൻഡൊന്നും കാണിക്കാഞ്ഞെന്ന്. അതെന്തോ ആ സമയത്ത് തിരക്കായത് കൊണ്ടായിരിക്കും അതിലില്ലായിരുന്നത്. ഞാൻ പെട്ടെന്ന് തിരക്കിലായി ഇപ്പം അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാ. ഇതിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇതെങ്ങനെ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു. മേടിക്കണം എന്നൊക്കെ കുറച്ച് പേരിങ്ങനെ പറയുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു 3200 ആ ഒരു റേഞ്ചിലാണ്. പക്കാ സ്റ്റീലാന്നാണ് അവർ പറയണത്, തുരുമ്പൊന്നും പിടിക്കില്ല പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ കണ്ടുവിടുന്നു, തുണികളിടുമ്പോഴേക്കും ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു പോണതും. അപ്പോൾ അപ്പോൾ വില കുറവിൻ്റെ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഇത്ര റേറ്റിൻ്റെ ആയതുകൊണ്ട് കുറച്ച് നാൾ നിൽക്കുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് മേടിച്ചെന്തായാലും ഇത് നല്ല ഹെൽപ്പാണ് കേട്ടോ. കാരണം തുണികളൊക്കെ അത്യാവശ്യം വിരിക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് അഴിച്ച് അതിൻ്റെ പുറകെ ഓടണ്ടല്ലോ, അത് അങ്ങനെ തന്നെ എടുത്തിട്ട് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിരിക്കാം. പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കി ഏതെങ്കിലും മുക്കിൽ കൊണ്ട് വെക്കുകയും ചെയ്യാം. എവിടെയെങ്കിലും ഒരു സൈഡ് അധികം വേണ്ടല്ലോ, ചാരി വെക്കാനുള്ള സ്പേസ് വേണ്ടു, എല്ലാം കൂടെ മടക്കിയിട്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു നല്ല സംഭവമാണെന്ന് എനിക്ക് തോന്നി. ഓൺലൈനല്ല, നമ്മൾ ശരിക്കും കടയിൽ നിന്ന് തന്നെ പോയി മേടിച്ചതാണ്. ഞാനൊരു ഷോർട്ട്സ് ഇട്ടേലുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാൻഡൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, വീഡിയോ തന്നെ ഓർമ്മയില്ല. പിന്നെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളൊരു ഹാങ്ങർ പോലത്തെ സംഭവം, അതും കൂടെ അത് ഓൺലൈനിൽ നിന്ന് മീഷോന്ന് മേടിച്ചാൽ 200 എത്ര ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിടുമ്പോഴാട്ടോ നല്ല മഴയും കാറ്റൊക്കെ കൂടെ വന്ന്. അപ്പോൾ ഞാൻ മോളിക്ക് ഇങ്ങനെ കയറ്റി വെച്ചു. അപ്പോൾ വലിയ പണിയില്ലല്ലോ, പിന്നെ ആ ഹാങ്ങർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ മുകളിലും വെച്ചു. അപ്പോൾ ആ ഒരു പരിപാടി തീർന്നു. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ ഉണങ്ങിക്കോളും. ബാക്കി നമുക്ക് രാത്രി ആകുമ്പോൾ ഉള്ളിൽ വെച്ച് ഫാനൊക്കെ ഇടുമ്പോൾ അങ്ങനെ വെച്ച് ഉണക്കാലോ വിചാരിച്ച് അങ്ങനെ. പിന്നെ അടുക്കളയിൽ കയറിയപ്പോഴാണ് കേട്ടോ അത് ആ ചേട്ടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് പൊടി മേടിച്ചോളൂ എന്ന്. അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഒരു പാക്കറ്റ് മേടിച്ചു, അത് ഞാനിങ്ങനെ ഡപ്പയിലിടുകയാണ്. അപ്പോൾ എനിക്ക് മൂക്കിലൊക്കെ കയറും കേട്ടോ, എല്ലാവർക്കും കയറുണ്ടാവും. അപ്പം ഞാനിങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ തുമ്മലാവും വെച്ചിട്ട്, എങ്കിലും ഇത് കഴിഞ്ഞിട്ടൊരു വല്ലാത്തൊരു തുമ്മലുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ വെച്ചിട്ട് പിന്നെ അതാ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കഴുകുകയാണേ. അപ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ പാത്രങ്ങളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന സ്വഭാവം ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക, ഒരു അരട്ടിപ്പണി തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇത് കഴുകാൻ നിന്നത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ ഇങ്ങനെ തലവേദന അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പനി വരാനാണോ അതിങ്ങനെ കോൾഡിൻ്റെ ആണോ എന്താ മനസ്സിലാവണില്ല. നെറ്റി ചൂടൊന്നുമില്ല കേട്ടോ. രാവിലെ ഞാൻ ഉപ്പുമാവായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇങ്ങനെ തലവേദനയ്ക്ക് ഉണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ പനികളെടുക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തട്ടിമുട്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 1 ലിറ്ററിൻ്റെ. എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരുടെ കയ്യിലുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊന്നുമില്ല, വെറുതെ ഒരു നോർമൽ ബോട്ടിലാണ് കേട്ടോ. എങ്കിലും 2 കളർ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതും. അങ്ങനെ ഞാൻ ഹോളിൽ പോയി നോക്കിയപ്പോൾ ചേട്ടൻ നല്ല ഉറക്കമായിട്ടാണ്. അപ്പോൾ ഇത് എല്ലാം ഇന്നലത്തെയാണ്. ഇന്നലെ വെച്ച എന്താ പറയുക നത്തൾ, പിന്നെ കൂർക്കുപ്പേരി ഉണ്ടായിരുന്നത്, പിന്നെ ചോറ്. രാവിലെ കടയ്ക്ക് ചേട്ടൻ പോയിട്ട് കൂർക്കയും ഒക്കെ മേടിച്ച് ഇന്നലെ വേഗം കറി വെക്കുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് തന്നതാണ്. അത് കഴിഞ്ഞ് ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു.
അപ്പോൾ അതൊക്കെ ബാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി വന്ന്. അപ്പോൾ ബാക്കിയെല്ലാം ചേട്ടനുള്ള ഉച്ചക്കലത്തെ ഫുഡും മിസ്സായിട്ടുണ്ടായിരുന്നു. രാത്രി ആരും കഴിച്ചില്ല. അപ്പോൾ മൊത്തത്തിലെല്ലാം ബാക്കിയായതുകൊണ്ട് അത് ഞാൻ എന്തായാലും രാവിലെ എടുത്ത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനും പറഞ്ഞു കേട്ടോ. ചേട്ടൻ സാധാരണ ഇങ്ങനെ പഴയതൊന്നും കഴിക്കില്ല, എങ്കിലും പറഞ്ഞു അത് ചൂടാക്കിയാൽ മതിയെന്ന്. അല്ലെങ്കിൽ എല്ലാം കൂടെ കളയണ്ട. കൂർക്കുപ്പേരിയുണ്ട്, മീൻ വറുത്തുണ്ട്, ചോറുണ്ട്, അപ്പോൾ എല്ലാം കൂടി കളയണ്ട വെച്ചിട്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചൂടാക്കിയെടുത്തേ. പിന്നെ അത് അതിൻ്റെ തുണികൾ ഞാൻ ഇടയിൽ ഇന്നലെ പുറത്തേക്ക് പോയി വരുമ്പോൾ മഴ നനഞ്ഞിട്ട് പുതിയതായിരുന്നേ. അപ്പോൾ അതൊന്ന് കഴുകി വിരിച്ചിടാൻ വിചാരിച്ചിട്ട് സോപ്പ് പൊടിയിലിട്ടതാട്ടോ. അതും കൂടെ ഒന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ മിഠായി കഴിച്ചാൽ എന്തായാലും അടിച്ചു വരണ്ടല്ലോ വെച്ചിട്ട് ഞാനതൊക്കെ താഴെ ഇങ്ങനെ ഇട്ടിട്ട് പോയി. എന്നിട്ട് ഇതാ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോഴും ചേട്ടൻ എണീറ്റിട്ടൊന്നുമില്ല. നല്ല മഴയും തണവൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കിടന്ന് ഉണങ്ങുകയാണ് കേട്ടോ. മുറ്റമൊക്കെ ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കണം കേട്ടോ. എനിക്കൊന്നും മുറ്റടിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. നല്ല എന്താ പറയുക, ഒരു വൃത്തികെട്ട മഴ എന്ന് തന്നെ പറയാം. നമുക്കൊന്ന് അയ്യോ മഴക്കാറാണ് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് മഴ അങ്ങോട്ട് വല്ലാണ്ടൊക്കെ പെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു കവറ് ചേട്ടൻ്റെ ഷൂസും സാധനങ്ങളൊക്കെ റൂമിൽ ഇങ്ങനെ അലമാരയുടെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കാറുന്നേ. അപ്പോൾ ഞാൻ ഇപ്പം എടുത്തിട്ട് അതൊക്കെ എന്തായാലും വന്നല്ലോ ചേട്ടാ. അപ്പോൾ ഞാൻ അതെടുത്ത് എന്താ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ കൊണ്ട് വെച്ചു. അപ്പോൾ അതിനുണ്ടായിരുന്ന കവറായിരുന്നു അവിടെ കിടന്നിരുന്നേ. അതുകൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെച്ച് പിന്നെ അതെല്ലാം തുടക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇവിടെ ഞാൻ രാവിലെ തുടച്ചിട്ടതാണ്. പക്ഷെ അതാ മഴ പെയ്യുമ്പോൾ വല്ലാണ്ട് ഇങ്ങോട്ട് ഈ മഴ നിന്നിട്ടും കണ്ടില്ല. ഇങ്ങനെ മഴ തുള്ളുകൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്ന മുകളിൽ നിന്ന് അവിടെ ഒരു പാത്തി വെച്ചിട്ടുണ്ട്. അതും വന്ന് ഇങ്ങനെ തെറിച്ച് അപ്പോൾ നിൽക്കണ സ്ഥലവും എല്ലായിടത്തും ഇങ്ങനെ വെള്ളമാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ് അവിടെ വെള്ളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്ലിപ്പായി വീണാലോ. അതാണ് എനിക്ക് മെയിൻ പേടി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ ആ പരിപാടി ഒന്ന് ഒതുങ്ങി. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്ന് കൂടി വരുമ്പോൾ പിന്നെ ഇതാ ഇങ്ങനെ ആടണ കസാര അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ യൂസ് ചെയ്യണമൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദിവാങ്കൂട്ടും ടേബിളും എല്ലാം കൂടെ വന്നപ്പോൾ ബാക്കി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കണ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്യണില്ല. ആടണ കുട്ടികളുടെ കസാര, നീരവൻ്റെ കസാരയാണ്, പറഞ്ഞിട്ടില്ല അത്. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ച് ചേട്ടനോട് പറഞ്ഞ് അഴിച്ച് ഒക്കെ ഞാൻ അലമാരയുടെ മുകളിൽ കയറ്റി വയ്ക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനിനി ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. മിണ്ടാണ്ടിരിക്കുക നല്ലത്. ഇനി എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ എടുത്ത് കൊടുക്കാം. ഒന്നാമത് ഇപ്പോൾ കുട്ടികളിരുന്ന് ആടലൊന്നും ഇല്ല. അതൊക്കെ ഇത്തിരി കൂടി ചെറുപ്പത്തിലായിരുന്നു. ഇപ്പോൾ അതൊന്നും ഒരു മൈൻഡില്ല. ഇപ്പോൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലാണ് ആളുടെ ശ്രദ്ധ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മുകളിൽ കയറ്റി വെച്ചു. അപ്പോഴേക്കും ചോറായിട്ടുണ്ടായി. ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ഈ മഴ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ മഴ വല്ലാത്തൊരു മഴ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ കുഴപ്പമൊന്നും ഇല്ല തോന്നുന്നു. ഇപ്പോൾ വലിയ ന്യൂസുകളൊന്നും കേൾക്കാനില്ല. ഉരുൾപൊട്ടി വലിയ മരണങ്ങളൊന്നുമില്ല. അതന്നെ സന്തോഷം. അല്ലെങ്കിൽ അതും മഴ മാറണവരെ വല്ലാത്തൊരു മഴ മാറണവരല്ല എന്നതൊക്കെ ഒരു വിഷമമാണല്ലോ. കഴിഞ്ഞ കൊല്ലം വരെ ഈ സമയത്തൊക്കെ വല്ലാത്തൊരു പ്രശ്നങ്ങളായിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചൂട് സമയത്താണ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും മഴക്കാലത്തെ വരുള്ളൂ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നീരവിൻ്റെ കൂടെ കളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. അങ്കവാടിയിലായിരുന്നപ്പോൾ 10 മണി തൊട്ട് ഒരു 2:45 ആകുമ്പോൾ പിടിച്ച് കൊണ്ടുവന്നാൽ പോരെ. ഇതിപ്പോൾ 4 മണി വരെ ഉണ്ട്. 8:45 ആകുമ്പോൾ പോവും വേണം. അപ്പോൾ ചേട്ടന് നല്ല ബോറടിയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിനും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.